ഞാൻ ഡോക്ടർ സതി മാധവൻപിള്ള. കഴിഞ്ഞ ഒരു 3.5 പതിറ്റാണ്ടായി സമത് ഹോസ്പിറ്റൽസ് എന്നുള്ള സ്ഥാപനം വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമാണ്. 1989 സമത് ഹോസ്പിറ്റൽ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 2 സ്ഥലത്തുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ആറ്റിങ്ങിലും. കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരിയില് ഒരു സമത് ഹോസ്പിറ്റലുണ്ട്. അന്നത്തെ കാലത്ത് IVF എന്താണെന്ന് പോലും ആളുകൾക്ക് ഒരു പരിചിതമില്ലാത്ത ഒരു സംഭവമായിരുന്നു. 1999-2000 സമത് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് ആദ്യമായ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചു. അത് ജനിച്ചതോടെ വന്ധ്യതാ ചികിത്സയുടെ ഒരു വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറി സമത് ഹോസ്പിറ്റൽ. വന്ധ്യതയായി സങ്കടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ IVF-ഉം വേറെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിലും കൂടെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 2004 62 വയസ്സായ ഒരു ആർത്തവ വിരാമം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടായത് ഒരു ലോകം മുഴുവൻ ഒരു വലിയ ന്യൂസായി മാറി. BBC വരെ എന്നെ വിളിച്ച് BBC-കാർ പോലും ആ ന്യൂസ് പബ്ലിഷ് ചെയ്തു. അന്ന് അത് ലോകത്തിലെ 3ാമത്തെ ഓൾഡസ്റ്റ് മദർ ആയിരുന്നു. ഡോക്ടർ G. വേലായുധൻ GG ഹോസ്പിറ്റൽ തുടങ്ങിയ കാലമായിരുന്നു. അവിടെ ഒരു ജൂനിയർ മെഡിക്കൽ ഓഫീസറായിട്ട് എന്നെ ക്ഷണിച്ച് അവിടെ എന്നെ അപ്പോയിന്റ് ചെയ്തു. ഗൈനക്കോളജിയിൽ ഒരു താല്പര്യമില്ലായിരുന്നു. ഞാൻ സാറിന്റെ കൗൺസിലിംഗിൽ കൂടെയാണ് ഗൈനക്കോളജിയിൽ താല്പര്യം വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് എനിക്ക് സർക്കാരിൽ ജോലി കിട്ടുക, തേക്കാട് ആശുപത്രി, കാട്ടാക്കട, നെയ്യാട്ടം ഈ ഏരിയയിലൊക്കെ ജോലി ചെയ്യുമായിരുന്നു. 1984 ഒരു ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് സർക്കാരിൽ നിന്ന് ലീവ് എടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ മാധവ് പിള്ളയും ഗൾഫിൽ പോയി. ഏതായാലും 1 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു പൈസയും ഇല്ലാതെ അവർ കയറ്റി വിട്ടു. അങ്ങനെ തിരിച്ചു വന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഒരു പൈസയും കയ്യിലില്ലാതെ വന്ന ഞാൻ KTCT-യിലും ജോലി ചെയ്ത്, ഹസ്ബൻഡ് സർക്കാരിലും ജോലി ചെയ്താണ് കുറച്ച് പൈസകളൊക്കെ ഉണ്ടാക്കിയതും. KFC-ന്ന് ലോൺ എടുത്താണ് നമ്മൾ ആദ്യമായിട്ട് സമത് ആശുപത്രി തുടങ്ങുന്നത്. ആറ്റിങ്ങിൽ തുടങ്ങിയതിന് ശേഷം തിരുവനന്തപുരത്ത് 1999 തുടങ്ങുകയും അതിനുശേഷം 2004 കൊല്ലം തങ്കശ്ശേരിയിലും തുടങ്ങും. ഇത് കൂടാതെ ഈ അടുത്ത കാലത്താണ് നിംസില് ഒരു സാറ്റലൈറ്റ് സെന്റർ തുടങ്ങിയിരിക്കുന്നത്. ഇത് തുടങ്ങി നല്ല പ്രാക്ടീസും ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയത് കാരണം KFC-യുടെ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റും. സാധാരണ സർക്കാർ സർവീസും കൂടെ കളഞ്ഞ് പ്രൈവറ്റിൽ പോകുമ്പോൾ ഉള്ള കുറ്റം പറച്ചിലൊന്നും ഇല്ലായിരുന്നു. we were left to do what we wanted. ഏതായാലും രണ്ടുപേരും ഒരു ജോയിന്റ് വെഞ്ചറിൽ കൂടെ ഇതെല്ലാം നടക്കാൻ സാധിച്ചു. അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള അഡ്വൈസ്, വീട്ടിലുള്ള സ്ത്രീകളെ അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം. കുടുംബം അവർക്ക് ഒരു വെഞ്ചർ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് നല്ല വെഞ്ചർ ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കണം. കഴിവിലും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോവുള്ളൂ. ഒരുപാട് ഡ്രഗ് അഡിക്ഷനും ആൽക്കഹോളിസവും എല്ലാം ഉള്ള കാലത്ത് the advice should come from the house. അല്ലാതെ വെളിയിൽ നിന്ന് അല്ല. ആദ്യം വീട്ടുകാരാണ്, അച്ഛനമ്മമാരാണ് ഈ കുട്ടികളെ നേരെ വളർത്തേണ്ടത്. അത് കഴിഞ്ഞേ ഉള്ളൂ വെളിയിലുള്ള ആളുകൾ, സ്കൂളിലെ ടീച്ചേഴ്സും. ഇത് ആക്ച്വലി വിമൻസ് ഡേ March 8 കഴിഞ്ഞു എന്ന് വെച്ച് March 8 മാത്രം സ്ത്രീകളെ പൊക്കി പിടിച്ചാൽ പറ്റൂല. ത്രൂ ഔട്ട് ലൈഫ് സ്ത്രീകളുടെ കഴിവ് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്താലേ പറ്റൂ. അല്ലാതെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഒരു വളരെ സ്ട്രോങ് നേഷൻ ഉണ്ടാവാൻ പറ്റും. പ്രാർത്ഥിക്കുന്നു. ആശംസകളോടെ.